കർണാടകത്തിൽ ഇപ്പോൾ ഒരു പേരാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. കർണാടകത്തിലെ മൈസൂർ വിമാനത്താവളത്തിൻ്റെ പേര് പുനർനാമകരണം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ MLA പ്രസാദ് അബ്ബയ്യാണ് ഇത് നിർദ്ദേശവുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മൈസൂർ എയർപോർട്ടിൻ്റെ പേര് ടിപ്പു സുൽത്താൻ എയർപോർട്ട് എന്നാക്കി മാറ്റണം എന്നുള്ളതാണ്. നേരത്തെ തന്നെ ബെൽഗാം വിമാനത്താവളത്തിൻ്റെ പേര് കിത്തൂർ റാണി ചെന്നമ്മ വിമാനത്താവളം എന്നാക്കി മാറ്റാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൈസൂർ വിമാനത്താവളത്തിൻ്റെ പേര് ടിപ്പു സുൽത്താൻ വിമാനത്താവളം എന്നാക്കണമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നു, ടിപ്പു സുൽത്താൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇതിന് ഇടേണ്ടതെന്ന്. പക്ഷേ BJP പറയുന്നത് ടിപ്പു ജയന്തി തങ്ങൾ നിരോധിച്ചതാണ്, അക്രമകാരിയായ ടിപ്പു സുൽത്താൻ്റെ പേരിടാൻ അനുവദിക്കില്ല എന്നാണ്. ഏതായാലും സംസ്ഥാനം ഇത്തരം ഒരു നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. ഏതായാലും ഒരു പേരിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ കർണാടകത്തിൽ രൂപം കൊള്ളുമ്പോൾ അത് മറ്റൊരു തരത്തിൽ ഒരു വർഗീയമായ ചേരിതിരിവിനുള്ള ശ്രമങ്ങളും അതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഏതായാലും ടിപ്പു സുൽത്താൻ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വോട്ട് ബാങ്ക് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം ടിപ്പു സുൽത്താൻ്റെ പേര് അവർ ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ ചിത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ BJPയുടെ സമയത്താണ് ടിപ്പു സുൽത്താൻ ജയന്തി ഇല്ലാതാക്കിയത്, നിരോധിച്ചത്. അതിനു മുമ്പ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് ടിപ്പു സുൽത്താൻ ജയന്തി കർണാടകത്തിൽ നടത്തിയിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ പേരിൽ പോര് തുടങ്ങിയിരിക്കുന്നു കർണാടകത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.